ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രാമായണം 3-ാം ദിവസം. അങ്ങനെ പുത്രന്മാരോടൊത്ത് ദശരഥ മഹാരാജാവ് സാമ്രാജ്യസുഖം അനുഭവിച്ചു കൊണ്ടിരിക്കെ മുനിമാർക്ക് യജ്ഞം നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വന്നിരിക്കുന്നത്. രാക്ഷസന്മാരുടെ ദ്രോഹം നിമിത്തം മുനിമാർക്ക് അവരുടെ നിത്യപൂജകൾ പോലും നടത്താൻ പറ്റാത്ത സ്ഥിതി വന്നു. മാരീചൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ രാക്ഷസൻ യജ്ഞശാലയിൽ രക്തം വർഷിച്ചു. ഇങ്ങനെ ധാരാളം രാക്ഷസന്മാരുടെ ശല്യം നിമിത്തം ഇനി എന്തു ചെയ്യും എന്ന് മുനിമാർ ആലോചിച്ചപ്പോൾ വിശ്വാമിത്രൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ അയോധ്യയിൽ ചെന്ന് ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരാം. ഋഷികേശൻ ദശരഥ ഗൃഹത്തിൽ അവതരിച്ചിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. അപ്രകാരം അങ്ങ് രക്ഷിച്ചാൽ മാത്രമേ യജ്ഞങ്ങൾ തുടരാൻ കഴിയുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു. വിശ്വാമിത്രൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ട് അയോധ്യയിലേക്ക് പോയി. നഗരഗോപുരത്തിൽ വിശ്വാമിത്രൻ എത്തി. രാജാവ് വിധിയാവണ്ണം സ്വീകരിച്ചു. അദ്ദേഹത്തിനോട് ആഗമന ഉദ്ദേശം ചോദിച്ചു. ദശരഥൻ ചോദിക്കുകയാണ്: അവിടുന്ന് എഴുന്നള്ളിയതുകൊണ്ട് എൻ്റെ ഭവനം പരിശുദ്ധമായി. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആജ്ഞാപിച്ചാലും. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു: രാമനെ എനിക്കു തരണം. മുനിമാർക്ക് യാഗം നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. രാക്ഷസന്മാർ നിരന്തരം യജ്ഞത്തിന് നാശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യജ്ഞരക്ഷ ചെയ്യാനായി ശ്രീരാമനെ ലക്ഷ്മണനെയും എന്നോടൊത്ത് അയക്കണം. ഇത് കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിന് വലിയ സങ്കടമുണ്ടായി. അദ്ദേഹത്തിന് രാമലക്ഷ്മണന്മാരെ പിരിഞ്ഞിരിക്കുന്നതോർത്തപ്പോൾ മരണതുല്യമായ വേദനയാണ് തോന്നിയത്. അദ്ദേഹം ഈ വിവരം മഹർഷിയോട് പറഞ്ഞു. രാമനെ പിരിഞ്ഞിരിക്കുന്നത് തന്നെ എൻ്റെ മരണത്തിന് തുല്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റെന്തെങ്കിലും വഴി അങ്ങ് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്ര മഹർഷി മഹാരാജാവിനോട് പറഞ്ഞു: മഹാരാജൻ, രാമനെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട. രാമൻ്റെ മഹത്വം അങ്ങേക്ക് അറിയുകയില്ല. രാക്ഷസ നിഗ്രഹത്തിനായി അവതരിച്ച മഹാവിഷ്ണുവാണ് അദ്ദേഹം. ഞാൻ ഇവരെയും കൊണ്ടുപോകുന്നു. ഒട്ടും വ്യാകുലനാകരുത്. രാമലക്ഷ്മണ, വരൂ, നമുക്ക് പോകാം. രാമൻ പറഞ്ഞു: മാമുനെ, അവിടുന്ന് അനുവദിച്ചാൽ അമ്മയോട് ചെന്ന് അനുവാദം ചോദിച്ചിട്ട് വരാം. അമ്മയോട് പറയാതെ ഇവിടെ നിന്ന് പോയാൽ അമ്മ അന്നപാനങ്ങൾ വെടിഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പറഞ്ഞ് രാമൻ കൊട്ടാരത്തിൽ ചെന്നു. അമ്മയുടെ പാദങ്ങൾ നമസ്കരിച്ചിട്ട് പറഞ്ഞു: വിശ്വാമിത്ര മഹർഷി യാഗരക്ഷയ്ക്കായി എന്നെ അദ്ദേഹത്തിനോടൊപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. തെളിഞ്ഞ മനസ്സോടെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. ആ അനുഗ്രഹം കൊണ്ട് ഞാൻ യുദ്ധത്തിൽ ജയിക്കണം. ഞാൻ ആദ്യ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. എന്നെക്കുറിച്ചോർത്ത് ഒട്ടും ദുഃഖിക്കരുത്. ഇതു കേട്ട് കൗസല്യ പൊട്ടിക്കരഞ്ഞു. ഉത്തരീയം കണ്ണീരാൽ നനഞ്ഞു. എന്നിട്ട് മകൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. രാമൻ അമ്മയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി. കണ്ണുനീർ തുടച്ച് മാതാവിൻ്റെ പാദധൂളികൾ ശിരസിലണിഞ്ഞു. അമ്പും വില്ലും
കയ്യിലെടുത്ത് യാത്ര പുറപ്പെട്ടു. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൊണ്ട് പുറപ്പെട്ടപ്പോൾ മഹാരാജാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിലത്ത് വീണുടഞ്ഞു. മഹർഷി രാജപുത്രന്മാരെ കൊണ്ട് വനത്തിലേക്ക് കടന്നു. മുമ്പിൽ മഹർഷി, തൊട്ടുപിന്നിൽ രാമൻ, പിന്നെ ലക്ഷ്മണൻ. മഹർഷി രാജകുമാരന്മാർക്ക് മന്ത്രദീക്ഷ നൽകി. മഹർഷി പറഞ്ഞു, രഘുവീര, എത്രയെത്ര സൂര്യവംശ രാജാക്കന്മാർ ഇവിടെ ദേഹം വെടിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന തീർത്ഥത്തിൽ അങ്ങ് കുളിച്ചു വരൂ, ഞാൻ മന്ത്രദീക്ഷ നൽകാം. 1000 വർഷക്കാലത്തേക്ക് വിശപ്പും ദാഹവും ഒന്നും ബാധിക്കുകയില്ല. മനസ്സിലൊരിക്കലും ഭയമോ ശോകമോ ഉണ്ടാവുകയില്ല. രാമൻ അപ്രകാരം മന്ത്രദീക്ഷ സ്വീകരിച്ചു. ലക്ഷ്മണകുമാരനും ഈ മന്ത്രം പഠിച്ചു. അങ്ങനെ സഹോദരന്മാർ ഇരുവരും മന്ത്രം സ്വാധ്യായം ചെയ്തുറപ്പിച്ചു. ദേവന്മാർക്ക് വളരെ സന്തോഷമായി. ഈ മന്ത്രദീക്ഷ കൊണ്ട് ഇവർക്ക് വളരെ കാലം ആഹാരമില്ലാതെ പോലും കഴിയാനായി സാധിക്കും. രാമൻ ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. പിന്നെയും മുന്നോട്ടു പോയി. അങ്ങനെ അവർ താടകാവനത്തിൽ എത്തിച്ചേർന്നു. വിശ്വാമിത്ര മഹർഷി ആ വനത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന താടക എന്ന രാക്ഷസിയെപ്പറ്റി രാമന് പറഞ്ഞു കൊടുക്കുന്നു. ധാരാളം ഉപദ്രവമാണ് അവളെ കൊണ്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവളെ നിഗ്രഹിക്കുന്നതിൽ യാതൊരു ദോഷവുമില്ല എന്ന് മഹർഷി രാമലക്ഷ്മണന്മാരോട് പറയുകയാണ്. താടകാവനത്തിൻ്റെ ഉൾപ്രദേശത്തേക്ക് കടന്നപ്പോൾ രാമൻ വില്ലിൽ ഞാണൊലി തീർത്തു. അത് ഭൂസ്വർഗപാതാളങ്ങളിൽ മുഴുവൻ മുഴങ്ങി. രാക്ഷസി അപ്പോൾ സ്വർണ്ണക്കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു. നന്നായി ഒരു നോട്ടം നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, നിന്റെ പ്രാണൻ ഞാനിന്നെടുക്കും. സാധാരണ താടക ബ്രാഹ്മണരുടെ ശരീരമാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. മുനിമാരുടെ ശരീരത്തിൽ രക്തവും മാംസവുമില്ല, എല്ലും തോലുമാണ് എപ്പോഴും ഉണ്ടാകുന്നത്. ഇത് നല്ല ശരീരമുള്ള ഒരാളാണല്ലോ വന്നിരിക്കുന്നത്. ഇന്ന് എനിക്ക് കുശാലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വായ് പിളർന്നു പിടിച്ചുകൊണ്ട് രാമൻ്റെ നേരെ പാഞ്ഞെടുത്തു. ഒരു മരവും പറിച്ചുകൊണ്ടാണ് താടക രാമനു നേരെ ഓടി വന്നത്. രാമൻ അത് കണ്ട് അമ്പയച്ചു. അമ്പാൽ ആ മരം നുറുങ്ങിപ്പോയി. പതറിപ്പോയ താടക വീണ്ടും ഒരു മരം പറിച്ചുകൊണ്ട് രാമനു നേരെ പാഞ്ഞെടുത്തു. രാമൻ വീണ്ടും ഒരു അമ്പ് കൊണ്ട് അവളുടെ മുഖം തകർത്തു. എന്നിട്ടും അവൾ രാമനെ വിഴുങ്ങാൻ മുമ്പോട്ട് പാഞ്ഞെടുത്തു. വീണ്ടും അമ്പയച്ചു. വർഷകാലത്തെ ഇടിനാദം പോലെ വീണ്ടും വീണ്ടും രാമൻ ശരം പൊഴിച്ചു. ദേവന്മാർ അപ്പോൾ രാമനോട് അപേക്ഷിച്ചു, വജ്രബാണം കൊണ്ട് അവളുടെ ജീവൻ എടുക്കൂ. രാമൻ വില്ലിൽ വജ്രബാണം തൊടുത്തു. അത് താടകയുടെ മാറിൽ പതിച്ചു. അവൾ 60 യോജന അകലെ മരിച്ചു വീണു. അവളുടെ അലർച്ച കേട്ട് ഋഷീശ്വരന്മാർ സന്തോഷിച്ചു. അപ്പോഴേക്കും രാമൻ താടകയെ വധിച്ചിട്ട് മഹർഷിമാരുടെ കാൽക്കൽ നമസ്കരിച്ചു. മഹർഷിമാർക്ക് സന്തോഷമായി. കൗസല്യപുത്ര, താടകയെ നീ വധിച്ചല്ലോ. രാമൻ വിനയപൂർവം പറഞ്ഞു, മഹർഷി, അതെൻ്റെ കഴിവൊന്നുമല്ല, അവിടുത്തെ അനുഗ്രഹം മാത്രം. മഹർഷി താടകയുടെ ശരീരം കാണാൻ ചെന്നു. ശവശരീരം കണ്ടിട്ട് പോലും ഭയം തോന്നുന്നു. താടക മോക്ഷം നേടി. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ശരം കൊണ്ട് വീണ താടക വൈകുണ്ഠത്തിലേക്ക് പോയി ശാപമോക്ഷം കിട്ടി.
ഇതാണ് താടകാവധം. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആദ്യത്തെ യുദ്ധമാണ് താടകാവധം. പ്രഭുവിൻ്റെ കയ്യാൽ മരണപ്പെട്ടതുകൊണ്ട് താടകയ്ക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തു. നമുക്ക് നാളെ അഹല്യാമോക്ഷം പഠിക്കാം. കഴിഞ്ഞ വീഡിയോകളെല്ലാം എല്ലാവരും കാണണം. ചാനലിൽ പോയി നോക്കിയാൽ നോട്ടിഫിക്കേഷൻ വരാത്തവരൊക്കെ മാധവം എന്നടിച്ചു കൊടുത്താൽ ചാനലിൽ നമ്മുടെ വീഡിയോകളുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. അത് നോക്കിയാൽ മതി. എല്ലാ രാമായണ സംബന്ധമായ വീഡിയോകളെല്ലാം നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം രാമായണം എന്ന് പറഞ്ഞ ഒരു ഫോൾഡറാക്കി പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കേൾക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ നാമം ചൊല്ലണം, അഭിപ്രായങ്ങൾ പറയണം. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണം. എല്ലാവരും രാമനാമം ജപിക്കട്ടെ. ഹരേ കൃഷ്ണ.